ശ്രീമന്നാരായണീയം ദശകം 8 നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. ശ്ലോകം 4. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര. ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പഞ്ചാശദബ്ദമധുനാ സ്വഭയോർത്ഥരൂപം ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേ സോ. തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത് ദിനാവതരണേ ച ഭവദ്വിലാസാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ബ്രഹ്മാവ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ദിവസവും ബ്രഹ്മദിനത്തിൽ നമ്മൾ പ്രഭാതത്തിൽ ചെയ്യുന്ന സ്നാനാദി കൃത്യങ്ങൾ പോലെ ലോക സൃഷ്ടികർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. മുമ്പ് ബ്രാഹ്മകൽപ്പത്തില്, മഹാപ്രളയം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ കൽപ്പം, ആ ബ്രാഹ്മകൽപ്പത്തില് ജനിച്ചവര് അവര് നൈമിത്തിക പ്രളയം വന്നപ്പോൾ ബ്രഹ്മാവിന്റെ രാത്രിയായപ്പോൾ ബ്രഹ്മാവിലേക്ക് ലയിച്ചു. അങ്ങനെയുള്ള ചിരഞ്ജീവികൾക്കും ഈ കൽപ്പത്തിന്റെ ആരംഭത്തിൽ സൃഷ്ടിയുണ്ട്. പക്ഷേ അവര് ഉറങ്ങി ഉണരുന്നതിനോട് തുല്യമായിട്ടുള്ള സൃഷ്ടി ആണ് ഇവിടെ ഉള്ളത്. അതായത് മാർക്കണ്ഡേയൻ തുടങ്ങിയിട്ടുള്ള ചിരഞ്ജീവികൾക്കെല്ലാം സൃഷ്ടിയുണ്ട്. പക്ഷെ അവർക്ക് മുൻ കൽപ്പത്തിലെ കാര്യങ്ങളെല്ലാം അവർക്ക് ഓർമ്മയുള്ളത് കൊണ്ട് അവർ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അധുന, ഇപ്പോൾ, അസൗ, ഈ ബ്രഹ്മാവ് സ്വവയ അർത്ഥരൂപം. സ്വവയ, വയ എന്ന് പറഞ്ഞ വയസ്സിന്റെ, സ്വവയ തൻ്റെ വയസ്സിന്റെ, തൻ്റെ ആയുസ്സിന്റെ അർത്ഥരൂപം പകുതിയായ പഞ്ചാശത് അബ്ദം, 50 കൊല്ലം. പഞ്ചാശത് എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 അബ്ദം, 50 കൊല്ലമാകുന്ന ഏകം പരാർത്ഥം, ഒരു പരാർത്ഥം. അത്രയും വർഷം കഴിഞ്ഞിട്ട്, അതിവൃത്യ കഴിഞ്ഞിട്ട്, വർത്തദേഹി നിൽക്കുകയാണ് അത്രേ. അതായത് ഒരു പരാർത്ഥം, തൻ്റെ ആയുസ്സിന്റെ പകുതിയായ 50 കൊല്ലം. 100 കൊല്ലം നമ്മളുടെ വർഷമല്ല, ദേവവർഷമാണ്. ബ്രഹ്മാവിന്റെ വർഷങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് വലിയൊരു കാലയളവാണ്. അങ്ങനെ ആ 100 വർഷം ആണ് ആയുസ്. അതില് 50 കൊല്ലമാകുന്ന ഒരു പരാ അർത്ഥം. ആ ഒരു പര എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി, സംവത്സരം. 100 വർഷത്തിനാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇവിടെ അർത്ഥം തകുതി 50 കൊല്ലം ആകുന്ന ആ 50 വർഷം ഇപ്പോൾ കടന്നു പോയിരിക്കുകയാണ്. അത്രയുമായി ബ്രഹ്മാവിന്റെ ആയുസ്. ഭൂമൻ, എങ്ങുമെങ്ങും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനേ ഭഗവാനേ. തത്ര അന്ത്യരാത്രി ജനിതാൻ, ആ ബ്രഹ്മാദി കൽപ്പങ്ങളിൽ, തത്ര എന്ന് പറഞ്ഞാൽ അതാണ് ആ ബ്രഹ്മാവിന്റെ ആ ബ്രഹ്മാദി കൽപ്പങ്ങളിൽ, ഇവിടെ ആ ബ്രാഹ്മകൽപ്പത്തിന്റെ അവസാനത്തെ രാത്രിയിൽ ഉണ്ടായ, അന്ത്യരാത്രി ജനിതാൻ, ആ ബ്രാഹ്മകൽപ്പത്തിന്റെ അവസാനത്തിലുള്ള രാത്രിയിൽ ഉണ്ടായ നിന്തിരുവടിയുടെ ഭവത് വിലാസ, നിന്തിരുവടിയുടെ ലീലകളെയും, പശ്ചാത് അടുത്ത ദിവസം, അതായത് പിന്നീട്, അനന്തരം, പശ്ചാത് ദിന അടുത്ത ദിവസം, അവതരണേ ആ ആരംഭത്തിലും
അതായത് പത്മകൽപ്പ ആരംഭത്തിലും ഉള്ള ഭവദ്വിലാസാൻ, ആദ്യം പറഞ്ഞത് തന്നെ ആ ഭഗവാന്റെ ലീലകളെയും, ബ്രഹ്മാവിന്റെ ആദ്യ കൽപ്പങ്ങളില് ബ്രാഹ്മകൽപ്പത്തിന്റെ അവസാനത്തെ രാത്രിയിൽ ഉണ്ടാകുന്ന നിന്തിരുവടിയുടെ ലീലകളെയും, അതുപോലെ തന്നെ പിന്നീട് പത്മകൽപ്പ ആരംഭത്തില്, കൽപ്പത്തിന്റെ ആരംഭത്തില് ഉണ്ടാകുന്ന നിന്തിരുവടിയുടെ ലീലകളെയും, ച ച എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം. അപ്പൊ ആ ലീലകളെയും കഥയാമി, ഞാൻ പറയാം, ഞാൻ ഇതാ വർണ്ണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഈ ശ്ലോകം തീരുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലൊക്കെ ആയിട്ട് ആ കഥകളെല്ലാം, ആ ലീലകളെല്ലാം, ഭഗവാന്റെ ലീലകളെല്ലാം വർണ്ണിക്കുന്നതായിരിക്കും. അതാണ് ഇപ്പോഴിവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. നിന്തിരുവടിയുടെ ലീലകളെയെല്ലാം ഞാനിതാ വർണ്ണിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറയാം എന്ന് മേൽപ്പത്തൂര് പറയണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.